എന്തൊരു പക്ഷേ നീ പെട്ടെന്ന് അപ്സെറ്റ് ആയല്ലോ? ഏയ് ഒന്നുമില്ല. ചേച്ചിയുടെ കല്യാണത്തിന് ഇതുവരെ ക്യാഷ് ഒന്നും ശരിയായില്ല ശ്യാമേ. പാവം അച്ഛനും അമ്മയും ഉരുകി ഉരുകി നടക്കുക. അത് കാണുമ്പോ ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. എടി ഞാൻ ഇപ്പൊ വരാം, നിങ്ങൾ സംസാരിക്കാം. ഓക്കെ. എല്ലാം ശരിയാവും പക്ഷേ. വന്ദനേച്ചിയുടെ കല്യാണം നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കും. നമ്മൾ നടത്തും പോരെ? ഞാൻ എൻ്റെ അച്ഛനോട് കുറച്ച് ക്യാഷ് ചോദിക്കട്ടെ. ചോദിച്ചാ കാര്യം പോലും തിരക്കാതെ അച്ഛൻ കാശ് അയച്ചു തരും. ഞാനൊന്ന് വിളിക്കട്ടെ? വേണ്ട ശ്യാമേ, അച്ഛന്റെ അമ്മയുടെയും പണം കൊണ്ടല്ല മറ്റുള്ളവരെ സഹായിക്കേണ്ടത്. സ്വന്തം അധ്വാനത്തിലുണ്ടാക്കിയ പണം കൊണ്ടാ. അത് വിട്ടേക്ക്. അത് പക്ഷേ അമ്മയാണല്ലോ. ആ അമ്മേ. മോളെ, നീ ഇതെവിടെയാ? നീ ഒന്ന് വേഗം വീട്ടിലേക്ക് വാ. ടെക്സ്റ്റൈൽസ് തുണികളുമായിട്ട് ആള് വരുന്നുണ്ട്. നീ സെലക്ട് ചെയ്താലേ നിന്റെ ചേച്ചിക്ക് തൃപ്തിയാവും. ഞാനിപ്പോ വരാം അമ്മേ. ശരി, പെട്ടെന്ന് വായു. ശരി അമ്മേ. എന്തൊരു പക്ഷേ? കല്യാണ ഡ്രസ് എടുക്കാൻ പോവാ. പക്ഷേ നീ ടെൻഷനൊന്നും അടിക്കണ്ട. ഞങ്ങൾ നേരത്തെ അങ്ങ് വരും. ഓഡിറ്റോറിയം ഡെക്കറേഷൻ മുതൽ കല്യാണ സദ്യ വരെ ഞങ്ങൾ ഏറ്റെടുക്കും. ആ, അതിനിടയ്ക്ക് മറ്റേ കാര്യം മറന്നേക്കരുത്. ഏത് കാര്യം? നീ പ്രണയിക്കുന്ന ആ പെണ്ണ് അവൾ ആരാണെന്ന് പറയണം. പറയും. കല്യാണ പന്തലിൽ വെച്ച് പറയും. പറയണം. എന്നാ ശരിയടാ. ബൈ വർഷ. ബൈ. ബൈ. ശരിയടി. ഇത് വേണോ മാധവ? കഴുത്തറപ്പം പലിശയാ. ഇവിടുന്ന് പണം എടുക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. എന്റെ മുന്നിൽ മറ്റു മാർഗമൊന്നും ഇല്ലടോ. കൊള്ളപ്പലിശയെന്നല്ല, വേണ്ടി വന്നാൽ എന്റെ ശരീരത്തിലെ വൃക്കയോ കരളോ മുറിച്ചു വിറ്റിട്ടാണെങ്കിലും എന്റെ വന്ദനമുള്ള കല്യാണം ഞാൻ നടത്തും. താമ്പാ വാടോ. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് താളുണ്ട്. വെയിറ്റ് ചെയ്യാം. തൊഴുതു പിടിച്ച് നിൽക്കാതെ ഇരിക്കടോ തോമാ. വേണ്ട മുതലാളി, ഇരിക്കടോ. ഇനി വന്ന കാര്യം പറ. കടം വാങ്ങിയ മുതലും പലിശയും കൃത്യമായി മടക്കി തന്നേക്കാം. കുറച്ച് സാവകാശം കൂടി തരണം മുതലാളി. അതിനെന്താ, കടം തന്ന ഇടവും തരണോന്നാണല്ലോ പറയുന്നത്. തന്റെ കാര്യത്തിൽ ഇടവും തന്നു, ഇടത്തിനു മേലിടവും തന്നു. എന്താ തോമ, ശരിയല്ലേ? എന്റെ മോള് പഠിക്കുന്ന കോളേജിൽ ചെന്ന് അവളെ മാനം കെടുത്തരുത്. കടം വാങ്ങിയത് ഞാനാ, അത് ഞാൻ തന്നെ തന്നോളാം. തന്റെ മോളെ ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ് താൻ എന്റെ പേര് കേസ് കൊടുത്തിരിക്കല്ലേ? എന്നിട്ട് പോലീസുകാർ വന്നങ്ങ് മല മറിച്ച് കളഞ്ഞ. കഷ്ടം. ക്ഷമിക്കണം മുതലാളി, എന്റെ കുഞ്ഞിനെ ഇനി ഉപദ്രവിക്കരുത്. അവൾ ഇന്നലെ വീട്ടിൽ വന്ന് തൂങ്ങിച്ചാവാൻ കയറ് കെട്ടി. ഇല്ലില്ലില്ലില്ല, ഇനി കോളേജിലും പോയില്ല. അവളുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അവളെ നാണം കെടുത്തുകയില്ല.
വെച്ചിരിക്കുന്ന തന്റെ വസ്തുവിന്റെ പ്രമാണങ്ങളില്ലേ, ആ ഇതെന്റെ പേരിൽ അങ്ങ് രജിസ്റ്റർ ചെയ്ത് തരണം. അതിന് മറ്റെങ്ങും പോകണ്ട. മുദ്രപത്രത്തിൽ താൻ വിരലടയാളം പതിച്ചാൽ മാത്രം മതി. ഞാൻ എഴുതി ചേർത്തോളാം മറ്റു കാര്യങ്ങളൊക്കെ. ആ കൈയൊന്ന് ലൂസാക്കും. ഇങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഈ ഞാൻ വിളിക്കുമ്പോ താനൊന്ന് രജിസ്റ്റർ ഓഫീസ് വരെ വന്നാ മതി. എന്നാ പിന്നെ താൻ ഇനി ഇരുന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. പോക്കോ. എടോ തോമാ, ആ പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് ഇവിടുന്ന് ഇറങ്ങി പോവുള്ളൂ. ഓ ഇവിടെ കത്തി ഏർപ്പാടാണെന്ന് മറ്റുള്ള കസ്റ്റമേഴ്സ് മനസ്സിലാക്കരുതല്ലോ. റിലാക്സ്. ആയിക്കോളൂ. നമസ്കാരം. നമസ്കാരം. ഞാൻ മാധവൻ നായർ. നേരത്തെ വിളിച്ചത്. മനസ്സിലായി. ആ. ഇരിക്കും. ഇരിക്കടോ. നമസ്കാരം. ഇരിക്ക്. പറ. എന്റെ മോളുടെ കല്യാണ ആവശ്യത്തിന് കുറച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു. തരാമല്ലോ. പറഞ്ഞ പ്രകാരം ഗ്യാരണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഉണ്ട്. ദാ. വീട് വെക്കാനായിട്ട് ടൗണിൽ വാങ്ങിയിരിക്കുന്ന സ്ഥലമാ. നല്ല ഡിമാൻഡുള്ള വസ്തുവാ. ഇവിടെ പലിശ കുറച്ച് കൂടുതലാണ്. അത് കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടാക്കില്ല. തുടക്കത്തിൽ എല്ലാവരും ഇതൊക്കെ തന്നെയാ പറയുന്നത്. ഒടുവിൽ പോലീസായി, കേസായി, കോടതിയായി, അങ്ങനെ കയറി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഒന്നും ഉണ്ടാവില്ല. മാഡം, ഈ ബ്രോഷറിലുള്ളത് ലേറ്റസ്റ്റ് മോഡലുകളാണ്. കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സും പയ്യൻ്റെ ഡ്രസ്സും ഏകദേശം ഒരു 150ഓളം സ്റ്റൈലിലുള്ളത് വരും. ഏതാ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ എത്തിക്കാം. ഈ ബാഗിൽ എന്താ? ഇതിലും കുറച്ച് മോഡൽസാ. ഓ, കാലം പോയ ഒരു പോക്കേ. പണ്ടൊക്കെ കല്യാണ വസ്ത്രങ്ങൾ എടുക്കുന്നതേ ഒരു 2-3 ദിവസത്തെ ശ്രമമാ. അതെ അമ്മേ, ഇപ്പോ ഓൺലൈൻ പർച്ചേസിന്റെ കാലമാണ്. കല്യാണം ഉറപ്പിച്ച വീടുകളിൽ ഞങ്ങളെത്തി ഓർഡർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഹോം ഡെലിവറി ഉണ്ട്. അതെ, കസ്റ്റമേഴ്സിന് കുറഞ്ഞ വിലയിൽ സാധനം വീട്ടിലെത്തിക്കുന്നു. പോരാത്തതിന് സമയലാഭവും. ഇതില് ജെൻസിന്റെ ഐറ്റംസ് ഒന്നുമില്ലേ? ഉണ്ടല്ലോ സാർ. സാദാ മുണ്ട് ഷർട്ടും മുതൽ ഷെർവാണി വരെ ഉണ്ട്. അതല്ല, കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ് നോക്കുന്നതെങ്കിൽ വലിയ വലിയ കോസ്റ്റ്യൂമേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്ത മോഡൽ വരെ ഉണ്ട്. അങ്ങോട്ട് മാറിയിരിക്കും. അല്ല, ഇതില് കുട്ടികളുടെ ഐറ്റംസ് ഒന്നുമില്ലേ? ഉണ്ട് മാഡം, ധാരാളം കളക്ഷൻസ് ഉണ്ട്. എല്ലാം ബ്രൗഷറിലുണ്ട്. ലാച്ച,
ഫ്രോക്ക്, ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വരും. ആണോ? എവിടെ നോക്കട്ടെ. നോക്കി എന്തൊരു ഇൻട്രസ്റ്റ്. ഈ വില കുറഞ്ഞ സാരികളുടെ ബ്രോഷർ ഒന്നുമില്ലേ? ഇല്ല മാഡം, ഇതൊക്കെ വിലയുള്ള മോഡലുകളുടെ ബ്രോഷറുകളാ. സുചിത്രേ, നീ ഇപ്പം വിലയൊന്നും നോക്കണ്ട, നീ സെലക്ട് ചെയ്യ്. വേണ്ടമ്മേ, എനിക്ക് വില കുറഞ്ഞൊരു സാരി മതി. എനിക്ക് എന്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള സാരി ഉടുക്കാൻ പറ്റും. അത് ശരിയാ, അതാ ഉടുത്ത് ശീലിച്ചത്. ഇത് നല്ലതല്ലേ? കൊള്ളാം. വന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ടോ അത്? വന്ദനേച്ചി, ഒരു മിനിറ്റ്. ചേച്ചി ആ സാരി ഒന്നെടുത്ത് ദേഹത്തോട് ചേർത്ത് പിടിച്ചേ. ഹലോ, രാജീവ് സാറേ. ഹായ്. വുഡ്ബിയുടെ സാരി എങ്ങനെയുണ്ട്? സൂപ്പർ സെലക്ഷൻ. ഈ സാരി ഉടുത്താൽ വന്ദന അല്പം കൂടി ബ്യൂട്ടിഫുൾ ആകും. വർഷയുടെ സെലക്ഷൻ ആയിരിക്കും അല്ലേ? വെൽ ഡൺ വർഷ. താങ്ക് യു. നോക്ക്. ഹലോ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ വന്ദന ചേച്ചിയായിട്ട് വല്ല സ്വകാര്യവും പറയണമെന്നുണ്ടോ രാജീവ് സാറിന്? ഉണ്ട്, പക്ഷെ ഇത്രയും പേരുള്ളപ്പോ അതിന് സ്വകാര്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പിന്നീട് വിളിച്ചോളാം. ഓക്കെ ഓക്കെ, ബൈ. ദേ ചേച്ചിയുടെ കവിളുകൾ നാണം കൊണ്ട് തൊടുത്തു. ഒന്ന് പോടി ചേച്ചി. ചേച്ചി, ചേച്ചിയുടെ ഈ രീതികളൊന്നും ശരിയല്ല. രാജീവ് സാർ എപ്പോഴും ബോസ് ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിൽ നിന്ന് കളയണം. കുറച്ചുകൂടി റൊമാൻറ്റിക് ആവണം ചേച്ചി. എനിക്ക് റൊമാൻറ്റിക് ആവാനൊന്നും അറിയില്ല. അത് പഠിപ്പിക്കാനല്ലേ ഞാനുള്ളത്. ഞാൻ സെലക്ട് ചെയ്ത സാരി ചേച്ചി ചേർത്ത് പിടിച്ചു നിന്ന് വീഡിയോ കണ്ടപ്പോ രാജീവ് സാർ എന്താ പറഞ്ഞത്? ആ സാരി ഉടുത്താൽ ചേച്ചി അല്പം കൂടെ ബ്യൂട്ടിഫുൾ ആകുമെന്ന്. അപ്പൊ ചേച്ചി എന്താ ചെയ്യേണ്ടത്? ആ സാരി വെച്ച് പ്രണയം കാണിക്കണം. ആ സാരി ഉടുത്ത ശേഷം രാജീവ് സാറിനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കേ. എന്നിട്ട് ഞാനിപ്പോ സുന്ദരിയാണോ എന്ന് കുണുങ്ങിച്ചിരിച്ച് ഒരു ചോദ്യവും ചോദിക്കണം. അതാണ് റൊമാൻസ്, മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്താ അടക്കം ഒതുക്കം ഇല്ലാത്ത പെണ്ണാണെന്ന് തെറ്റിദ്ധരിക്കില്ലേ? അതൊക്കെ പണ്ട്. ഇന്നത്തെ കാലത്ത് വിവാഹത്തിന് മുമ്പ് മനസ്സുകൾ തമ്മിൽ നന്നായിട്ട് അടുക്കണം. ഇരുവരും തമ്മിൽ ഒരു വൈബ് വേണം. സ്വപ്നങ്ങളുടെ തേരിലേറി സ്ഥലകാലം മറന്നു പോകുന്ന ഒരുതരം വൈബ്. കൊള്ളാം, അസലായിട്ടുണ്ട്. പ്രണയത്തെക്കുറിച്ച് നിനക്ക് വലിയ ധാരണയാണല്ലോ. അതെ, എനിക്ക് മനോഹരമായ റൊമാൻറ്റിക് സങ്കല്പങ്ങളുണ്ട്. പാൻ ഇന്ത്യൻ സിനിമകൾ പോലെ ബിഗ് ബജറ്റ് സ്വപ്നങ്ങൾ. എന്റെ സ്വപ്നത്തിലുള്ള കാമുകനും അതുപോലെ തന്നെ ധനികനും സ്റ്റൈലിഷും ആയിരിക്കും. നിർത്ത്. മതി, ആവശ്യമെല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞില്ലേ? അതെ, ഒരു സാരി കൂടി വേണം. ബ്രോഷർ നോക്കി പറഞ്ഞോളൂ മാഡം. ദേ, ഈ കളറിലുള്ള ഒരു കോട്ടൺ സാരി. അമ്മയ്ക്ക് എന്തിനാ കോട്ടൺ സാരി? എനിക്കല്ല,
അമ്മയ്ക്ക്. അയ്യോ, എനിക്കെന്തിനാ സാരി? അയ്യോ, കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന എന്നെ ആരും നോക്കാനാ? ഉള്ളത് തന്നെ എനിക്ക് കൊടുക്കാൻ വയ്യ. അമ്മേ, നമ്മുടെ ഈ വീട്ടിലൊരു മംഗളകാര്യം നടക്കുമ്പോ അമ്മയ്ക്കും വേണ്ട ഒരു പുതിയ സാരി. എന്റെ അമ്മായിയമ്മ പുതിയ സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ട് കല്യാണ മണ്ഡപത്തിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ ഒരൈശ്വര്യം. മോളെ, ഈ വയസ്സായ ഞാനല്ല, നീയാണ് ഈ വീടിന്റെ ഐശ്വര്യം. അല്ല, ഇനി ഈ വീടിന്റെ ഐശ്വര്യത്തിന്റെ കാര്യത്തിലാണ് തർക്കമെങ്കിൽ അത് വേണ്ട. തർക്കം തീർക്കാൻ ഐശ്വര്യം ഞാനായിക്കോളാം. അയ്യോ എല്ലാരും സെലക്ഷൻ ഒക്കെ നടത്തി കഴിഞ്ഞോ? അച്ഛാ, ഞാനും സതീഷേട്ടന്റെ മക്കളും എല്ലാം കൂടി ചെറിയ പർച്ചേസേ നടത്തിയിട്ടുള്ളൂ. എല്ലാം കൂടി ഒരു 22,000 രൂപ, അത്രേ ഉള്ളൂ. ചന്ദ്രിക സാരി ഒന്നും വാങ്ങിയില്ലേ? എനിക്ക് ആവശ്യം പോലെ സാരി ഉണ്ടല്ലോ. പലതും ഞാൻ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് സാരിയൊന്നും വേണ്ട. മൊത്തത്തിലുള്ള ബില്ലെടുത്തോളൂ. വസന്തയ്ക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചു അല്ലേ? നീ ചിരിക്കണ്ട. നിന്റെ ഭാര്യ ഹരിതയെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ വാങ്ങിയതിന്റെ പണം ഞാൻ തന്നെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അമ്മയെ സമ്മതിക്കാത്തത്. എന്തായാലും കല്യാണ പെണ്ണ് വസന്തയല്ല എന്നുള്ള കാര്യം ഓർമ്മയുണ്ടായാ മതി. ആ, കല്യാണ പെണ്ണിന്റെ ചേച്ചിക്ക് അല്പം ഗ്ലാമർ ഒക്കെ ആവാം. മതി മതി, ഇതിന്റെ പേരിൽ ഇനി തർക്കമൊന്നും വേണ്ട. ഇത് അഡ്വാൻസ് ആയിട്ട് വെച്ചാൽ മതി. 20,000 രൂപയുണ്ട്. എത്രയും വേഗം ഐറ്റംസ് ഇവിടെ എത്തിക്കാം. ഇതാ പിടിച്ച്. ഇഷ്ടായ സാരി വേണോ? ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ സാരി? ആ, ചിലപ്പോ എവിടെയെങ്കിലും പെണ്ണ് നോക്കി വെച്ചിട്ടുണ്ടാവും. ഇവനൊക്കെ ആര് പെണ്ണ് കൊടുക്കാനാ?